ശ്യാമളയുടെ നിർബന്ധത്തിന് വഴങ്ങി അബോർഷന് സമ്മതിക്കേണ്ടി വരുന്ന അർച്ചന. എനിക്ക് സമ്മത കുഞ്ഞമ്മ. സുധിയുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാനാവാതെ നിരഞ്ജന. 1 കൊല്ലം കഴിയുന്നതുവരെ 1 വർഷം കഴിഞ്ഞ് മാത്രമേ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാനാവൂവെന്ന് ജയന്തിയോട് നിരഞ്ജന പറയുന്നു. അർച്ചനയും ശ്യാമളയും ഡോക്ടറുടെ മുന്നിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. ഡോക്ടർ ഞങ്ങളെ കൈവിടരുത്. ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല. അപ്പോ അബോർഷനാണ് വിഷയം അല്ലേ? അതെ ഡോക്ടറെ, അതല്ലാതെ വേറൊരു വഴിയില്ല. ഇങ്ങോട്ട് നോക്ക്. അമ്മയുടെ തീരുമാനമാണോ അർച്ചനയ്ക്കും? എത്ര മാസമായി? 2 പോകുന്നു. ഞങ്ങള് കുറച്ച് ദൂരത്തുനിന്നാ വരുന്നത്. ഡേറ്റ് വെച്ച് പറഞ്ഞു വിടരുതേ ഡോക്ടറെ. അപ്പോ എല്ലാ തയ്യാറെടുപ്പുമായിട്ടാണല്ലേ വരവ്? ഇയാൾ എഴുന്നേറ്റ് വാ. ബെഡിലേക്ക് കിടന്നോളൂ. ഏയ്, എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കരുത് ഡോക്ടർ. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഇയാൾ എഴുന്നേക്ക്. മാഡം, എനിക്കൊരു വാക്ക് തരാതെ ഞാൻ എഴുന്നേക്കില്ല. പേഷ്യന്റിന്റെ സമ്മതം ഇല്ലാതെ ഒരു ഡോക്ടറും അബോർഷന് തയ്യാറാവില്ലെന്ന് ഇയാൾക്ക് അറിയില്ലേ? മാഡം, എന്നെ സഹായിക്കണം. എനിക്ക് എന്റെ കുഞ്ഞിനെ ജീവനോടെ വേണം. അർച്ചന എഴുന്നേൽക്ക്. അബോർഷന് തയ്യാറാണെന്ന് ഇയാളല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ മാറ്റി പറയുന്നത്? അതെനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ മാഡം എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. കൂടെ വന്നത് എന്റെ കുഞ്ഞമ്മയാ. എനിക്ക് വേറെ ആരുമില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയി. കൂടപ്പറപ്പുകളും ഇല്ല. ഇപ്പൊ ജീവിക്കണം എന്നുള്ള പ്രതീക്ഷ എന്റെ കുഞ്ഞില്ലാണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയൊന്നും അല്ലല്ലോ അർച്ചനയുടെ കുഞ്ഞമ്മ പറഞ്ഞത്. ചതി പറ്റിയതാണല്ലേ? അങ്ങനെ സംഭവിച്ചു പോയതാ മാഡം. എന്നെ ചതിച്ചതൊന്നുമല്ല. എന്നെ വിളിച്ചോണ്ട് പോവാൻ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഭീഷണി ഭയന്ന ഞാൻ കൂടെ ചെല്ലാതിരുന്നത്. അതിനു മാത്രം എന്ത് ഭീഷണിയാ അയാളിൽ നിന്നുണ്ടായത്? ഞങ്ങള് പാവങ്ങളാ ഡോക്ടർ. ചിറ്റപ്പൻ ലോറി ഡ്രൈവറാ. കെട്ടുപ്രായം തികഞ്ഞ 2 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാ. ആ നാട്ടിൽ നിന്ന് ഞങ്ങളെ നാട് കടത്തിയതാ മാഡം. പെൺകുട്ടികളെ ഇമ്മോറൽ ട്രാഫിക്കിൽ പെടുത്തുവെന്ന ഭീഷണി. 5 വർഷത്തെ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഒരു ബാങ്ക് ടെസ്റ്റിന് അദ്ദേഹം എന്റെ കൂടെ വന്നതാ. എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്. ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതിന് പ്രായശ്ചിത്തമായി തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടി. അതിന് സാക്ഷികളായി ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്ന ഉറപ്പായിരുന്നു ആ താലി. എന്നിട്ട് അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്? അദ്ദേഹത്തോടൊരു വാക്ക് പറയാതെ ഞാൻ ആ നാട്ടിൽ നിന്ന് പോയത്. എന്നെ അന്വേഷിക്കാൻ ഇനി സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അർച്ചന ഏതുവരെ പഠിച്ചു? M.Com വരെ പഠിച്ചിട്ടുണ്ട് മാഡം. നാട്ടിലൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറായിരുന്നു. അനിയത്തിമാരുടെ ഭാവി ഓർത്ത ഞാൻ സുധിയായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്. സുധി, അതാണല്ലേ പേര്? പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ സുധിയെ വിളിച്ചു. ഫോൺ എടുത്തത് സുധിയുടെ കസിനായിരുന്നു. ആ വിവരം അയാൾ സുധിയോട് പറഞ്ഞില്ല. അന്ന് സുധിയുടെ കല്യാണ തലേന്നായിരുന്നു. പിറ്റേന്ന് സുധിയുടെ കല്യാണം കഴിഞ്ഞു. വളരെ വേദനയുണ്ടാക്കുന്നതാ അർച്ചനയുടെ കഥ.
ഇക്കാലത്ത് ഒരു പെണ്ണും ചെയ്യാത്തതാ അർച്ചന ചെയ്തത്. എനിക്ക് അഭയം തന്ന വീട്ടുകാരെ ചതിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ സുധിയെ വിശ്വസിച്ചു. ആണുങ്ങൾക്ക് അങ്ങനെയുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. അർച്ചനയ്ക്ക് അവിടെയാ തെറ്റുപറ്റിയത്. ഇതുവരെ ജീവിക്കണം എന്നുള്ള മോഹം എനിക്കില്ലായിരുന്നു. എന്നിൽ ആ മോഹം ഉണ്ടാക്കിയത് എന്റെ കുഞ്ഞാ. എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. അറിഞ്ഞുകൊണ്ടൊരു പുരുഷനെ ഞാൻ ചതിക്കുകയില്ല. മാഡം പറ, എന്റെ പ്രതീക്ഷ എന്റെ കുഞ്ഞല്ലേ? എനിക്കതിനെ വളർത്തണം മാഡം. ഈ ജീവിതത്തിൽ എനിക്കുള്ള സമ്പാദ്യം എന്റെ കുഞ്ഞ്. ഇതൊക്കെ അർച്ചനയ്ക്ക് വീട്ടുകാരോട് പറയാറുന്നില്ലേ? അവരതിന് സമ്മതിച്ചേനെ. പക്ഷെ സുധിയുടെ വീട്ടുകാരി വിവരം അറിഞ്ഞു. എന്നെ വിട്ടുകൊടുക്കാനാ അവരാവശ്യപ്പെട്ടത്. ചിറ്റപ്പൻ അതിന് വഴങ്ങാതെ വന്നപ്പോഴാ അബോർഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഓ, അപ്പൊ കാര്യങ്ങൾ അവിടം വരെ എത്തിയല്ലേ? ഒരു മനുഷ്യജീവി എന്ന പരിഗണന പോലും ആരും എനിക്ക് തരുന്നില്ല. മാഡമെങ്കിൽ എന്നെ കൈവിടരുത്. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചോട്ടെ. ഞാൻ കൈയൊഴിഞ്ഞാലും ബന്ധുക്കൾ അർച്ചനെ മറ്റൊരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയില്ലേ? പക്ഷേ മാഡത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും. എങ്ങനെ? അബോർഷൻ ചെയ്ത ഞാൻ മരിച്ചു പോന്നെന്ന് പറഞ്ഞാൽ മതി. അവര് പാവങ്ങളാ, അവരത് വിശ്വസിച്ചോളും. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്താണ് അർച്ചന വന്നത്. 2 ജീവൻ രക്ഷിക്കാൻ ഒരു കള്ളം പറഞ്ഞൂടെ മാഡം? കുഞ്ഞു പോയാ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. കണ്ണുമുഖം തുടച്ചിട്ട് വാ. ഒന്ന് സ്കാൻ ചെയ്യണം. പിന്നെയും കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ, ചെയ്യാം ഡോക്ടറെ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നാ തോന്നുന്നേ. ടെസ്റ്റുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാം. ശരി ഡോക്ടറെ. നാളെ രാവിലെ ചെയ്യാം. വേണ്ട തയ്യാറെടുപ്പായിട്ടാണല്ലോ വന്നത്. അതെ. ഇവരെങ്ങോട്ടേക്ക്? ശരി മാഡം. ശരി, റിസൾട്ട് കിട്ടിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി. ആയിക്കോട്ടെ. ഇപ്പോ അവര് ഹോസ്പിറ്റലിലാണല്ലേ? അതെ. വിഷമിച്ചിട്ട് കാര്യമില്ല ജയന്തി, നമുക്കത് ചെയ്തേ പറ്റൂ. ഞാനൊരു അമ്മയല്ലേ ഏട്ടാ? ഒരു കുഞ്ഞു വയറ്റിൽ ജന്മം കൊണ്ട് കഴിയുമ്പോൾ ഒരു പെണ്ണ് അമ്മയാവും. സുധിയുടെ ആദ്യത്തെ കുഞ്ഞ്. അവൾ എനിക്ക് ആരും അല്ലെങ്കിലും ആ കുഞ്ഞങ്ങനെയാണോ? എന്റെ മോന്റെ ചോരയിൽ പിറന്നത്, ഒരേ രക്തം. അതിനെ ഇല്ലാതാക്കി കളയാൻ പോകുന്നത്. ജയന്തി, ജീവിതത്തിൽ ഇത്തരം സെന്റിമെന്റ്സിനൊന്നും ഒരു കാര്യമില്ല. നാളെയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അളിയം ഭയക്കുന്നത് സംഭവിക്കില്ലെന്ന് എനിക്കോ നിനക്കോ ഉറപ്പ് പറയാൻ കഴിയില്ല. നാളെ ആ കുഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നാലോ? സുധിയുടെ ചോരയാണെന്ന സെന്റിമെന്റ്സ് കാണിച്ച് അകത്തേക്ക് വിളിക്കാൻ കഴിയോ ജയന്തിക്ക്? കഴിയില്ല. ഈ വീട്ടിൽ സുധിക്ക് നിരഞ്ജനിൽ പിറന്ന കുട്ടികളുണ്ടാവും. സുധിക്ക് മറ്റൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ആ നിമിഷം നിരഞ്ജന കുട്ടികളുടെ കൈപിടിച്ച് ഈ വീടിന്റെ പടിയിറങ്ങും. ഇവിടെ ഇപ്പം നമ്മൾ നോക്കേണ്ടത് സുധിയുടെ ഭാവിയാ. നമുക്കതിനെ കഴിയൂ. ഇന്നത്തോടെ ആ തലവേദന തീരും. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ജയന്തി. ഏട്ടൻ പറഞ്ഞതോർത്ത് ഞാൻ ആശ്വസിക്കും. അതെ, ആശ്വസിച്ചേ പറ്റൂ. ഈ വേദന മറക്കാനാ നിരഞ്ജനയോട് ഞാനൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അവര് പറയാ 1 വർഷം കഴിയാതെ അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെന്ന്. നീ ഇപ്പൊ അവളോടത് പറയാൻ പാടില്ലായിരുന്നു. നിന്റെ മനസ്സ് അവൾക്കറിയില്ല. കുറച്ചു കാലം അവരടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഏട്ടനിരിക്കെ
ഞാനൊരു ചായ എടുക്കാം. കഴിഞ്ഞോ? കനക, റിസൾട്ട് എപ്പോൾ കിട്ടും? വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നിന്നോട് എന്ത് പറഞ്ഞു? ഇനി ഇങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് പറഞ്ഞു. അവരിത് എത്ര കാണുന്നത്? ഉപദേശിക്കാനല്ലേ അവർക്ക് പറ്റൂ. എന്തായി? ഡോക്ടർ കണ്ടോ? കണ്ടു. നാളെ രാവിലെ ചെയ്യാന്ന് പറഞ്ഞു. ഓ, ആശ്വാസമായി. അഡ്മിറ്റ് ആക്കിയോ? പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? വെറുതെ എങ്ങനെ അബോർഷൻ ചെയ്യുമോ മനുഷ്യ? അതിന് ചില ടെസ്റ്റൊക്കെ നടത്തണം. സ്കാൻ ചെയ്തിട്ടാ ഇവിടെ ആ, വന്നിരിക്കുന്നത്. നിങ്ങളിരിക്കേ. കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇരിക്കും മോളെ. എത്രയായടി കാർത്തിയാനി? അതെ, എന്റെ പേര് കാർത്തിയായൻ തന്നെ. അതറിയാം. അതങ്ങോട്ട് എടുത്തു പറയേണ്ട ആവശ്യമൊന്നും. നീ കാശ് പറ. 2 ചായ 2 കടി. 28. ഇതാ കാശ്. ബാക്കി 2 രൂപ പിന്നെ തരാം. ചില്ലറയില്ല. ഇല്ലെങ്കിൽ നീ കൈ വെച്ചോ. നടാ, കൊണ്ടകത്ത് നോക്ക്. അവൻ ഇരിക്ക പൊറുതിയില്ല. എന്താ രാഘവ? ആ, അയാൾ പറഞ്ഞ പോലെ ചെയ്യോടി. നീ അയാളെ വിട്. ഞാനില്ലേ നിനക്ക് വാക്ക് തന്നത്? രാവിലെ പെണ്ണിനെ കൊണ്ട് രായപ്പെട്ട രാശിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നീ കൂടെ പോയില്ലേ? ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാനാ? പാലമ്പണി നടക്കുന്നുണ്ട്. നല്ല കച്ചവടമാ. എടി, അതിനേക്കാൾ വലിയ കച്ചവടമല്ലേ ഇത്? നക്കാപ്പിച്ച് കിട്ടും പോലെയാണോ? അത് പിന്നെ ഭക്ഷണം കൊടുക്കാന്ന് ഞാൻ നേരത്തെ ഏറ്റുപോയതാ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. കുറച്ചു മുമ്പ് രായപ്പെട്ടൻ വിളിച്ചിരുന്നു. അവളെ ഇന്ന് അഡ്മിറ്റ് ചെയ്യും. നാളെ അത് നടക്കും. എത്ര ദിവസം അവിടെ കിടക്കണോടി? അത് പിന്നെ നാളെ വൈകിട്ട് പറഞ്ഞു വിടും. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടെ. നീ അത് വിളിച്ചു പറയണം. അതനുസരിച്ച് ഞാനങ്ങ് വരും. ആ, പിന്നെ ഈ കെട്ട് നാടകമൊന്നും വേണ്ട. തിരിച്ചു പോരുമ്പോ എന്റെ കൂടെ അവളും ഉണ്ടാവണം. അതിനെന്താ, നീ പോരെ. ആ, എന്നാ വെച്ചോ. ആരാ ചേച്ചി? ചെവളയാ. അർച്ചന ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം അറിയണം. അത് രായപ്പൻ ചേട്ടൻ പറയില്ലേ? ചെവളെ അന്ന് തന്നെ ഇവിടെ വരുത്തണം. പെണ്ണിനെ കൈമാറുന്നത് ഇവിടെ വെച്ച്. അപ്പൊ 1,00,000 രൂപയാടാ എന്റെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. എന്തായാലും ആ പെണ്ണ് വന്ന് ചാടിയപ്പോ മുതലേ ചേച്ചിക്ക് നല്ല കൊയ്ത്താണേ. രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഡോക്ടർ എഴുന്നേറ്റ് പോകാതിരുന്നാൽ മതിയായിരുന്നു. അർച്ചന, ആ, ചെല്. ഇരിക്കും. സ്കാൻ റിപ്പോർട്ട് എവിടെ? ഇതാ മാഡം. നിങ്ങളുടെ കൂടെ പുരുഷന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ട്. എന്താ ഡോക്ടർ? എന്താ ആളിന്റെ പേര്? രാജപ്പൻ. അയാളെ ഒന്ന് അകത്തേക്ക് വിളിക്കും. ശരി മാഡം. അർച്ചന ഒന്ന് പുറത്തിരിക്കും. എന്താ ഡോക്ടർ?
നിങ്ങളുടെ ഹസ്ബൻഡ് വരട്ടെ പറയാം. ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു ലോറി ഡ്രൈവറാ. സ്കാനിംഗ് റിപ്പോർട്ടായത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചാൽ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ കാര്യങ്ങൾ പറയാം. എനിക്കിത് ചെയ്യാനാവില്ല. അബോർഷൻ ചെയ്ത കുഞ്ഞു മാത്രമല്ല, അമ്മയെ ഇല്ലാതാവും. ദൈവമേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണിത്. പറയാൻ ഒത്തിരിയുണ്ട്. അപ്പോ നടക്കില്ലേ ഡോക്ടറെ? ഞാനല്ല പറയുന്നത്, ഈ മെഡിക്കൽ റിപ്പോർട്ടുകളാ. ഞാനത് ചെയ്യില്ല. പിന്നെ നിങ്ങൾ വേറെ ഒരു ഡോക്ടറെ കണ്ടാലും സത്യം പറഞ്ഞ് അവരും ചെയ്യില്ല. ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നതാണ് നല്ലത്. എന്റെ കുട്ടിക്കൊരു ജീവിതം വേണ്ട ഡോക്ടറെ. കൊന്നിട്ടാണോ ജീവിതം ഉണ്ടാക്കുന്നത്? എന്തായാലും ഒരു പേരുദോഷത്തിന് ഞാനില്ല. നിങ്ങൾ ചെല്ലും. വളരെ സൂക്ഷിക്കേണ്ട ഒരു കേസായത്. ബ്ലീഡിങ്ങോ മറ്റോ സംഭവിച്ചാൽ പ്രശ്നം കൂടുതൽ അപകടത്തിലാവും. ശരി. ഒന്ന് പെട്ടെന്ന് വാ. അപ്പോ വന്ന കാര്യം നടക്കില്ല. ഡോക്ടർ ചെയ്യില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? കുഞ്ഞു മാത്രമല്ല, ഇവളും ഇല്ലാതാകുമെന്നാ പറയുന്നത്. ഇനി എന്താ ഒരു പരിഹാരം? സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ദൈവമേ? മിണ്ടരുത്. ഇവിടെ കിടന്ന് നിലവിളിച്ചോണ്ടല്ലോ. അനുഭവിക്കണി. വേലി കിടന്ന പാമ്പിന് തോളിച്ച് നീയല്ലേ? അനുഭവിച്ചോ? ഒന്നിനും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ വഴിക്ക് പോവും. SP-യോ ആരോ കൊണ്ടുപോട്ടെ. വണ്ടി കയറാങ്ങോട്ട്. കേറങ്ങോട്ട്. വണ്ടി വിട്ടോ. നീ അച്ഛനെ ഒന്ന് വിളിക്ക്. എന്തിനാ? ഇരുന്നിട്ട് നിനക്ക് ഇരിപ്പുറക്കുന്നില്ലേ? അച്ചുവേച്ചി അഡ്മിറ്റ് ചെയ്തൊന്നറിയാലോ. ചെയ്യാനുള്ളതൊക്കെ അവര് ചെയ്തോളും. നീ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ടേ ഒരു കാര്യമില്ല. അച്ഛനെ ഞാനിപ്പോ വിളിക്കില്ല. അതിനായിട്ട് നീ ഇവിടെ നിക്കണ്ട. പോ. നീ ഇനി അവളെ കാണാൻ പോകുന്നില്ലടി. പതുക്കെ ചവിട്ടി വിട്ടാ പോരെ? കുറച്ച് പതുക്കെ പോയെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. പൊട്ടി പൊളിഞ്ഞ റോഡല്ലേ ചേട്ടാ, ഇങ്ങനെയൊക്കെ പോവും. എന്നിട്ട് അവിടെ തിടുക്കൊന്നുമില്ലല്ലോ. എന്താ? അച്ഛൻ വന്നല്ലോ. അവളെ അഡ്മിറ്റ് ആക്കി കാണും. എത്രയായി? തന്നാ മതി. ഇത് വെച്ചോ. എന്താ തിരിച്ചു പോകുന്നത്? വേറൊരു തീയതി പറഞ്ഞു വിട്ടോ? എന്താ അമ്മേ? ചേച്ചി എന്താ? അമ്മേ, അമ്മേ എന്താ അമ്മേ? അമ്മയ്ക്ക് ചെവി കേട്ടൂടെ? പോയ കാര്യം നടക്കില്ല. നടക്കില്ലെന്നോ? അതെന്താ? നടന്ന
കുഞ്ഞു മാത്രമല്ല അമ്മയെ ഇല്ലാതാകുമെന്ന്. അപ്പോ വേണ്ടെന്ന് വെച്ചിട്ടാണോ വന്നത്? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അത് കേട്ടിട്ട് അച്ഛനും അമ്മയും ഇവളെ കൊണ്ടേക്ക് പോന്നല്ലേ? പിന്നെ എന്ത് വേണം? ഇവളെ കുരുതി കൊടുക്കണോ? ആർക്ക് വേണ്ടി ഇവള് ജീവിക്കുന്നേ? ഇവളില്ലാതായ ഈ കുടുംബത്തിലെ ഭാരം ഒഴിഞ്ഞു എന്ന് കരുതിക്കൂടെ? അങ്ങനെ വിചാരിച്ചെങ്കിലും നിങ്ങൾക്കത് ചെയ്യായിരുന്നില്ലേ? നീ കയറി പോകാത്ത. നാണമില്ലേ അച്ഛന് അവളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ? ഒരു ഡോക്ടറുടെ വാക്കും കേട്ട് ഓടി പോന്നിരിക്കുന്നു. എടീ, പറ, എന്തിനാ അച്ഛൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവൾക്ക് പ്രസവിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണോ അച്ഛന്റെ തീരുമാനം? ഒന്ന് പതുക്കെ പറയടി. എന്തിന് പതുക്കെ ആക്കണം? എല്ലാരും അറിയട്ടെ. അതിനു വേണ്ടിട്ടല്ലേ അച്ഛൻ അവളെ കൊണ്ട് തിരിച്ചു വന്നത്. എടീ, നിർത്തടി. എന്റെ വാ മൂടിക്കെട്ടാന്ന് ആരും കരുതണ്ട. ഇനി ആര് പറയുന്നത് ഞാൻ കേക്കില്ല. അവളെ ഇവിടെ താമസിപ്പിക്കാന്ന് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലങ്ങ് വച്ചേച്ചാ മതി. ഇപ്പൊ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കണം. ഇറക്കി വിടാൻ അച്ഛന് പറ്റില്ലെങ്കിൽ പറ, ഞാൻ അടിച്ചിറക്കും. നിർത്താനല്ലടി പറഞ്ഞേ. എന്നെ അടിച്ചല്ലേ? എന്നെ അടിച്ചൊതുക്കാന്നൊന്നും അച്ഛൻ കരുതണ്ട. ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി കയറി പൊടിയാത്ത്. കാണിച്ചു തരാം ഞാൻ. എന്താടി നോക്കിയിരിക്കുന്നേ? കയറി പൊടി. അച്ചുവേച്ചി, ചിറ്റപ്പൻ രേവതിയെ തല്ലിയല്ലേ? എങ്ങനെ തല്ലാതിരിക്കും? അവളുടെ നാവിന്ന് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്റെ തലവിധി എങ്ങനെയായിപ്പോയി. എന്താ ചേച്ചി ഡോക്ടർ പറഞ്ഞത്? സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞു. അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോ എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞു. ചിറ്റപ്പനെ വിളിച്ച ഡോക്ടർ വിവരമൊക്കെ പറഞ്ഞത്. എന്തോ വലിയ കുഴപ്പമുണ്ട്. അതല്ലാതെ അച്ഛൻ അടങ്ങിയിരിക്കില്ല.